ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് വിളി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരെ ബാധിക്കുന്ന രണ്ട് പ്രധാന രോഗങ്ങളെപ്പറ്റി നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. അതായത് അൾഷിമേഴ്സ് ഡിസീസ് ആൻഡ് പാർക്കിൻസോണിസം. ഈ രണ്ട് രോഗങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം വയോജനങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്? അത് നമുക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെ കൺട്രോൾ ചെയ്യുവാൻ എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അൾഷിമേഴ്സ് ഡിസീസും അതുപോലെ തന്നെ പാർക്കിൻസൺ, പിന്നെ ഡെമൻഷ്യ തുടങ്ങിയ രോഗങ്ങളൊക്കെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കാറുള്ളത്. ഇവ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇന്നും ഇല്ല. പക്ഷേ കുറച്ച് ഡോക്ടർമാർ പറയുന്നത് ഇതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ്. അതായത് നമ്മുടെ ഞരമ്പ് കോശങ്ങൾക്കുണ്ടാകുന്ന ജനിതാവസ്ഥയുടെ ഫലമാണ് ഈ വക രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു തിയറി, അല്ലെങ്കിൽ കുറച്ച് പേര് പറയുന്നത് ഇത് ബ്രെയിൻ കോശങ്ങൾക്ക് ഇടയിൽ അമലോയിഡ് എന്ന ഒരു പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്, അതാണ് ഈ രോഗത്തിന് കാരണം എന്നും പറയുന്നു. പക്ഷേ അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ വളരെ വ്യത്യസ്തമായ ഒന്നാണ് നമുക്ക് തരുന്നത്. അതായത് അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ അൾഷിമേഴ്സ് ഡിസീസും മറ്റ് രോഗങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ, അത് എങ്ങനെയാണ് അൾഷിമേഴ്സ് ഡിസീസിന് കാരണമാകുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവ് കോശങ്ങൾക്ക് തൊട്ടടുത്ത് ചെല്ലുന്ന ചെറിയ ചെറിയ ധമനികളുണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഈ കാപ്പിലറീസിൽ നിന്നും ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രക്തത്തിൽ നിന്നും ഓക്സിജനും മറ്റു പോഷകങ്ങളും നെർവ് കോശങ്ങളിലേക്ക് ഉള്ളിലേക്ക് കടന്നാലേ അവയ്ക്ക് അത് ഉപയോഗിക്കുവാനും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയറുണ്ട്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നില്ലേ, ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചായപ്പൊടി അതിനകത്ത് ചേർക്കുന്നു, തിളപ്പിച്ച വെള്ളത്തിനകത്ത് പാലൊഴിച്ച് നമ്മൾ ചായപ്പൊടി ചേർക്കുന്നു. അപ്പോൾ ആ ചായപ്പൊടി എല്ലാം ചിലപ്പോൾ അതിനകത്ത് പൊങ്ങിക്കിടക്കും. നമ്മളന്നേരം എന്താണ് ചെയ്യുന്നത്? നമ്മളന്നേരം ഒരു അരിപ്പ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അരിപ്പയിൽ കൂടി അത് ഒഴിക്കുമ്പോൾ അങ്ങനെയുള്ള കഷണങ്ങളെല്ലാം അരിപ്പയ്ക്ക് മുകളിൽ തങ്ങി നിൽക്കും, താഴെ നമുക്ക് നല്ല ചായ കിട്ടുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അരിപ്പയുടെ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ രക്തം, മറ്റേ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് നെർവ് കോശങ്ങൾ. അപ്പോൾ ഈ രക്തത്തിൽ കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ലഭിക്കുന്നത്. കോടാനുകോടി കോശങ്ങളുണ്ട്, അവയ്ക്ക് ഓരോന്നും ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ രക്തക്കുഴലിലാണ്. അതായത് ചെറിയ ധമനികളിൽ ഞാൻ പറഞ്ഞു, ആ ചെറിയ ധമനികൾക്കുള്ളിലുള്ള ഏറ്റവും മൃദുലമായ ഏറ്റവും ലോലമായ കോശങ്ങളെയാണ് എൻഡോത്തീലിയം എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ എൻഡോത്തീലിയം അത് വളരെ സോഫ്റ്റാണ്. ആ എൻഡോത്തീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങളാണ് ഈ ഓക്സിജനെയും മറ്റു പോഷകങ്ങളെയും അകത്തേക്ക് കടത്തിവിടുന്നത് നെർവ് കോശങ്ങളിലേക്ക്. അപ്പോൾ അവിടെ ചെറിയ പാളിച്ചകൾ സംഭവിക്കുന്നു. അതായത് ഈ കോശങ്ങൾക്ക്, എൻഡോത്തീലിയം എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ ക്ഷതം വരുന്നു. അപ്പോൾ അതിനെയാണ് എൻഡോത്തീലിയൽ ഡാമേജ് എന്ന് പറയുന്നത്. എൻഡോത്തീലിയൽ ഡാമേജ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കുന്നു. അതായത് എൻഡോത്തീലിയൽ ഫങ്ഷനെ അത് ബാധിക്കുന്നു. അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ സൂചിപ്പിച്ചു, ഇതിനകത്തുള്ള രക്തത്തിനകത്തുള്ള പോഷകങ്ങളെയും അതുപോലെ തന്നെ ഓക്സിജനെയും അകത്തോട്ട് കടത്തിവിടുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മുടെ നെർവ് കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും കിട്ടുന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ രക്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റിടത്തൂടെയൊക്കെ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ കാണാം. അപ്പോൾ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഡാമേജ് ഉള്ളതുകൊണ്ട് അത് നെർവ് കോശങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അത് നെർവ് കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നാഡീകോശങ്ങൾക്ക് രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒന്ന്, ആവശ്യത്തിന് പോഷകങ്ങളും ഓക്സിജനും കിട്ടുന്നില്ല. രണ്ടാമത്, കൂടാതെ ഇങ്ങനെയുള്ള വിഷവസ്തുക്കളും ആ കോശങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അൾഷിമേഴ്സ് ഡിസീസും ഒക്കെ ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഈ എന്തുകൊണ്ടാണ് ഈ എൻഡോത്തീലിയത്തിന് ഇങ്ങനെ ഡാമേജ് വരുന്നത് അതും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ ചില ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതായത് നമ്മുടെ ശരീരത്തിലെ സാധാരണ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില രാസപദാർത്ഥങ്ങളാണ് അതിനെ ഫ്രീ റാഡിക്കൽസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് എത്തിക്കണം. അതായത് ചില വൈറ്റമിൻസ്, മിനറൽസ്, നമ്മുടെ ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്ന ആ വക മിനറൽസും അല്ലെങ്കിൽ വൈറ്റമിൻസും ഒക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലെ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിന് ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ കോശങ്ങളിൽ കൂടുകയും അപ്പോൾ അത് എൻഡോത്തീലിയത്തിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ ആ എൻഡോത്തീലിയത്തിനുണ്ടാകുന്ന ആ ഡാമേജിനെയാണ് ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ട് എന്ന് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം, അതായത് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ഈ ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ടാണ്. ഈ ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ട് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിൽ കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻസ് എത്തുന്നില്ല. ആൻറ്റി ഓക്സിഡൻസ് ആവശ്യത്തിന് അവരുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ അവർ ധാരാളമായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കണം. പക്ഷേ അതൊന്നും കഴിക്കാൻ ഇന്ന് നമ്മുടെ ആൾക്കാർ കൂട്ടാക്കുന്നില്ല. അതാണ് നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നു. അപ്പോൾ ഫ്രീ റാഡിക്കലിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു. എൻഡോത്തീലിയൽ അതിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു. അപ്പോൾ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ അവിടുത്തെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു. അങ്ങനെ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക, പഴങ്ങൾ കൂടുതൽ കഴിക്കുക, നമ്മൾ ഹോൾ ഗ്രെയിൻസ് കൂടുതലായിട്ട് കഴിക്കുക. ഈ പച്ചക്കറികളും പഴങ്ങളിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. ഉദാഹരണം ഏറ്റവും പ്രധാനപ്പെട്ട ബെറീസാണ്. ബ്ലൂ ബെറീസിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. അത് ഈ അൾഷിമേഴ്സ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കുർക്കുമിൻ ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒമേഗ-3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയത് നമുക്ക് നട്ട്സിനകത്ത് കൂടുതലുണ്ട്. നമ്മുടെ ബദാം പരിപ്പ്, വാൾനട്ട്, കാഷ്യൂ തുടങ്ങിയ നട്ട്സിനകത്ത് ധാരാളമുണ്ട്. നമ്മുടെ സീഡ്സിനകത്തുണ്ട്. മത്തങ്ങയുടെ സീഡ്, ഫ്ലാക്സ് സീഡ് തുടങ്ങിയ സീഡ് വർഗ്ഗങ്ങളിലുണ്ട്. പിന്നെ ചെറിയ മത്സ്യങ്ങളിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒമേഗ-3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈ അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ടാകാതിരിക്കും. അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വ്യായാമമാണ്. നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രക്ത ഓട്ടം വർദ്ധിക്കും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്ത ഓട്ടം വർദ്ധിക്കും. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തലച്ചോറിലെ കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും അത് എത്തിക്കും. അപ്പോൾ വ്യായാമം നമ്മൾ യാതൊരു കാരണവശാലും മുടക്കരുത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളൊക്കെ റിപ്പയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുകവലിക്കുന്നവർ അത് തീർച്ചയായിട്ടും നിർത്തണം. മദ്യപിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അൾഷിമേഴ്സ് ഡിസീസിനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ വ്യായാമം ചെയ്യുക, ഉറക്കത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അൾഷിമേഴ്സ് ഡിസീസ് നമുക്ക് എത്ര പ്രായമായാലും നമുക്ക് ഉണ്ടാകാതിരിക്കും. പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാതിരിക്കും, ഡെമൻഷ്യ ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇതൊന്നും വളരെ ചെറിയ കാര്യമല്ല. ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല.
ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയില്ല. മരുന്നുകൾ കൊണ്ട് അതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.